പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ പൈസ കിട്ടില്ല ആള് ഞാൻ കുറേ ചോദിച്ചു ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല. അപ്പം ഞാൻ എന്താക്കി, അവൻ്റെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ അവരോട് ചോദിച്ച് പൈസ വേണമെന്ന് പറഞ്ഞു. അവൻ ഇപ്പം അയക്കിയെന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് അയച്ചിട്ട് വന്നില്ല. ഞാൻ ഡയറക്റ്റ് അവളെ വീട്ടിൽ പോയി ചോദിച്ചു പറഞ്ഞാൽ തിരക്കിലേനും അത് അയക്കാത്തേ. ഞാൻ പോയേക്കുമ്പോൾ തിരക്കൊന്നുമില്ല, അവിടെ ചുമ്മാ ഇരുന്നതാണ്. ആളെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ കയ്യോടെ വീട്ടിൽ പോയിട്ട് പൈസയും വാങ്ങിയിട്ട് വന്ന് കസിനായതുകൊണ്ട് രക്ഷപ്പെട്ടു. വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചിട്ട് അഥവാ നമ്മൾ പൈസ തരാൻ അയക്കാന്നാണ് നമുക്ക് അറിയുന്ന ആളായിട്ടാണെങ്കിൽ, ദൂരത്തുള്ള ആളാണെങ്കിൽ നമുക്ക് ഒരിക്കലും പോയിട്ടൊന്നും വാങ്ങിക്കാൻ കഴിയില്ല. ഇതുപോലെ അടുത്തുള്ള ആളുകൊണ്ട് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മളെ 20 പോയിൻ്റെ പൈസയും പോയേനെ. ഹുദാഹുവ കട്ടപ്പുക എന്ന് വേണം പറയാൻ. അതുകൊണ്ട് എല്ലാവരും എന്താക്കുക വെച്ചാൽ ആദ്യ പേയ്മെൻറ്റ് ആയിട്ട് മാത്രം കോൺ കൊടുക്കുക. അത് ഫാമിലീസിൽ ആരായാലും ശരി, പുറത്തുള്ള ആളായാലും ശരി, നിങ്ങൾ എന്താക്കണ്ടേ, പൈസ വാങ്ങിയിട്ട് മാത്രം പ്രൊഡക്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ തെണ്ടിപ്പോ നമുക്ക് വെറുതെ കിട്ടുന്നതല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. നമ്മൾ പൈസ നമ്മൾ കൈമെന്ന് പൈസ ഇട്ടിട്ടിരിക്കുക നമ്മൾ സാധനമാണ്, നമുക്ക് അതിനകത്ത് ലാഭവും വേണ്ടേ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ബൈ.